ഹായ് ഓൾ. LPUP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രി ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. കെമിസ്ട്രിയിൽ ആദ്യത്തെ ടോപ്പിക്ക് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ എന്ന ടോപ്പിക്കാണ്. കെമിസ്ട്രി ഓൾഡ് SCERTയും ന്യൂ SCERTയും കമ്പൈൻ ചെയ്ത് നമ്മൾ ചാപ്റ്റർ ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഓൾഡ് SCERTയും ന്യൂ SCERTയും കവർ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ന്യൂ SCERTയിൽ ഒരു 4 ലെസൺ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതേ കണ്ടന്റ് ഒക്കെ തന്നെയാണ് ഓൾഡ് SCERTയിൽ വരുന്നതും, അവിടെയും ഒരു 4 ലെസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇത് 6th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിലെ 7th ലെസൺ ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേര് ഇങ്ങനെയാണ്, മാറ്റങ്ങളുടെ ലോകം. മാറ്റങ്ങളുടെ ലോകം. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം കുറേ എക്സ്പെരിമെൻറ്റുകളൊക്കെയാണ് തന്നിരിക്കുന്നത്. കണ്ട ഓരോ മാറ്റങ്ങൾ, കോഴിമുട്ട വിരിഞ്ഞ് ഒരു കോഴി കുഞ്ഞു പുറത്തേക്ക് വരുന്നൊരു ചിത്രമാണ് ഏറ്റവും ആദ്യം തന്നിരിക്കുന്നത്. ശർക്കര പൊടിച്ച് പൊടിയാക്കുന്നു. പയർ എന്ത് ചെയ്യുന്നു, ഇതാ മുളയ്ക്കുന്നൊരു ചിത്രമുണ്ട്. കാർമേഘം ഉരുണ്ടുകൂടി മഴ പെയ്യുന്നൊരു ചിത്രമുണ്ട്. അപ്പോൾ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത്. കണ്ടോ, പേപ്പർ കൊണ്ട് എന്താണ് പൂമ്പാറ്റകളെ ഉണ്ടാക്കുന്ന അല്ലെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു ചിത്രമുണ്ട്. അപ്പോൾ രൂപമാറ്റമാണ്. അതുപോലെ തണ്ണിമത്തൻ മുറിച്ച് ചെറിയ പീസുകളാക്കി മാറ്റുന്നു. തടി ഉപയോഗിച്ച് ഒരു ചെയർ നിർമ്മിക്കുന്നു. അപ്പോൾ കുട്ടികളിലേക്ക് ഈ അവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഉള്ളൊരു ഐഡിയ കൊണ്ടുവരാനുള്ള പിക്ചേഴ്സൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് രാസമാറ്റം എന്താണ്, ഭൗതിക മാറ്റം എന്താണ് എന്നൊക്കെ ഒന്ന് ആദ്യം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളുടെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ജലം എടുക്കുന്നു, ജലത്തെ ചൂടാക്കുന്നു. അപ്പോൾ എന്തായി മാറും? വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലേ? വാട്ടർ വേപ്പറായിട്ട് മാറും. അത് വാതക രൂപത്തിലേക്ക് മാറും. ഓക്കെ, ഇനി ജലം തണുപ്പിക്കുമ്പോൾ എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും ഖരാവസ്ഥയിൽ. ഓക്കെ അല്ലേ? ഇനി ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ എന്താണ്? ഭൗതിക ഗുണങ്ങളാണ്. ഇപ്പോൾ ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. തടി ഉപയോഗിച്ച് കസേര ഉണ്ടാക്കുന്നു. തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കുന്നു. ജലം ഐസാക്കുന്നു. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കുന്നു. ഇതെല്ലാം എന്താണ്? ഈ സന്ദർഭങ്ങളിലെല്ലാം പദാർത്ഥത്തിൻ്റെ ഭൗതിക സ്വഭാവത്തിലാണ് മാറ്റം ഉണ്ടായത്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ആകൃതിയിലാകാം, വലിപ്പത്തിലാകാം, അവസ്ഥയിലാകാം മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ ഭൗതിക ഗുണങ്ങളാണ് ഇവിടെ മാറിയിട്ടുള്ളൂ ആണല്ലോ. ഈ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഐസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ഐസ് താപം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും പിന്നീട് വാതകാവസ്ഥയിലേക്കും മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ താപോർജം സ്വീകരിക്കുമ്പോഴാണ് വസ്തു, ഇവിടെ ഈ ഐസ് എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിന് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും ഒക്കെ മാറുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഊർജം പുറത്തുവിടുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾക്കുണ്ടാവുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജം പുറത്തുവിട്ട് കഴിയുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തു തിരിച്ച് എങ്ങോട്ട് വരും? ദ്രാവകാവസ്ഥയിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് തുടർന്ന് എങ്ങോട്ട് വരും? ഐസ് ആവുകയും ചെയ്യും. മെഴുക് ഉരുകുമ്പോൾ, മെഴുക് ഒരു ഖരവസ്തുവാണ്. ഒരു മെഴുകുതിരി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അപ്പോൾ മെഴുകിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? മെഴുക് ഇപ്പോഴും മെഴുക് തന്നെയാണ് അല്ലേ? സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു അവസ്ഥയിലുള്ള മെഴുക് തന്നെയാണ്. ഇനി സ്പൂണിൽ ചെറിയൊരു കഷ്ണം മെഴുകെടുത്ത് അത് ചൂടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മെഴുകിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ആ മെഴുക് എന്ത് ചെയ്തു? ആ ഒരു താപം ഏറ്റപ്പോൾ അത് ഉരുകി എന്നുള്ളതാണ്. ഇനി ഈ ഉരുകിയ മെഴുക് അല്പനേരം തണുക്കാൻ അനുവദിക്കൂ. ഇപ്പോൾ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? പഴയ പോലെ തന്നെ വന്നു അല്ലേ? ഖരാവസ്ഥയിലുള്ള മെഴുകും ഉരുകിയ മെഴുകും ഒരേ പദാർത്ഥമാണല്ലോ. ഇവിടെ മെഴുകിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? പുതിയ പദാർത്ഥമായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല. തണുത്തപ്പോൾ അത് പുതിയ പദാർത്ഥമായിട്ട് മാറിയോ? ഇല്ല, പഴയ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് തന്നിരിക്കുന്നു. മെഴുക് മുറിക്കുമ്പോൾ എന്ത് മാറ്റാണ്? അതിൻ്റെ അവസ്ഥ എന്താണ്? മെഴുക് ചൂടാക്കിയപ്പോൾ എന്താണ്? ഉരുകിയ മെഴുക് തണുപ്പിച്ചപ്പോൾ എന്താണ്? അതായത് കുട്ടികൾക്ക് എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു മെഴുക് കട്ട ചൂടാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥം? താപം സ്വീകരിച്ചു. താപം സ്വീകരിച്ചപ്പോൾ ഉരുകിയ മെഴുക് ദ്രാവക അവസ്ഥയിലേക്ക് മാറി. സോളിഡ് സ്റ്റേറ്റിൽ ഇരുന്ന ആ ഒരു മെഴുക് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നു.
പിന്നീട് വീണ്ടും ചൂടാക്കിയപ്പോഴോ അതെന്ത് ചെയ്തു, ഒരു വേപ്പറായിട്ട് മാറി അല്ലേ, വേപ്പറായിട്ട് മാറി. ഇനി ഈ വേപ്പറിനെ വീണ്ടും തണുപ്പിക്കുമ്പോൾ അതെന്തായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറും. ഇനി അതിനെ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, വീണ്ടും നമ്മൾ അതിനെ ഒന്നും കൂടി തണുപ്പിക്കുമ്പോൾ അതെന്തായിട്ട് മാറും, മെഴുക് കട്ടയായിട്ട് മാറും. ഓക്കെ അല്ലേ? അതായത് ഐസിൻ്റെ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ഈ മെഴുക് വെച്ചിട്ട് ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെഴുകിന് താപോർജ്ജം ലഭിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഒന്ന് ചർച്ച ചെയ്തത്. ഇനി ഇവിടെ നോക്കിയേ, ഭൗതിക മാറ്റം എന്നാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു പോയിന്റ് മുതലാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഭൗതിക മാറ്റം അല്ലെ ഫിസിക്കൽ ചേഞ്ച് എന്നാൽ എന്താണ്? അവസ്ഥ, ആകൃതി, വലിപ്പം, പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഒക്കെ എന്താണ്, ഭൗതിക മാറ്റമാണ്. ഇവ മൂലം ഉണ്ടാവുന്നില്ല, പുതിയ പദാർത്ഥം ഒന്നും ഉണ്ടാവുന്നില്ല. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നുകിൽ വസ്തുവിന്റെ ആകൃതി അല്ലെങ്കിൽ വലിപ്പം അല്ലെങ്കിൽ അവസ്ഥയ്ക്ക് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അവിടെ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല. വസ്തുക്കൾ ഒന്നുകിൽ വികസിക്കാം അല്ലെങ്കിൽ ഉരുകാം, പൊട്ടാം, കീറാം. ഇതെല്ലാം എന്താണ്, ഭൗതിക മാറ്റങ്ങൾ മാത്രമാണ്. അതായത് താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ് അല്ലേ. ഭൗതിക മാറ്റങ്ങൾ എന്താണ്, താൽക്കാലിക മാറ്റങ്ങളാണ്. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മെഴുക് ഉരുക്കുന്ന കാര്യം പറഞ്ഞു, താപം സ്വീകരിച്ചിട്ടാണ് അല്ലെ. ലിക്വിഡ് ഫോമിലുള്ള ആ ഒരു മെഴുക് തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്ക് വന്നു. എങ്ങനെയാണ്, അത് താപം റിലീസ് ചെയ്തിട്ടാണ്. അപ്പോൾ ചില ഭൗതിക മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഭൗതിക മാറ്റത്തെക്കുറിച്ചുള്ള പോയിന്റുകൾ മനസ്സിലാക്കുക. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഭൗതിക മാറ്റം. ഭൗതിക മാറ്റത്തിൽ എന്താ സംഭവിക്കുന്നത്, അതൊരു താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ്. അതായത് തന്മാത്രാ ക്രമീകരണത്തിൽ മാത്രമാണ് വ്യത്യാസം അനുഭവപ്പെടുന്നത്. ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളുടെ തന്മാത്രാ ക്രമീകരണത്തിൽ വ്യത്യാസം ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്. പുതിയ പദാർത്ഥം അവിടെ ഉണ്ടാകുന്നില്ല. ഫോർ എക്സാമ്പിൾ, പദാർത്ഥങ്ങൾ വികസിക്കുന്നത്, ഉരുകുന്നത്, പൊട്ടുന്നത്, കീറുന്നത് ഇതൊക്കെ എന്താണ്, ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ആ എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ മുന്നിൽ പറഞ്ഞത് അല്ലെ. എന്താണ്, മെഴുകുരുകുന്നത്, ജലം ഐസാകുന്നത്, ജലം തിളയ്ക്കുന്നത്, കുപ്പി പൊട്ടുന്നത്, പേപ്പർ ചുറ്റുന്നത്, ഇതെല്ലാം എന്താണ്, ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രത്യേകം ഓർത്തു വെച്ചേക്കുക. വികസിക്കുന്നത്, ഉരുകുന്നത്, പൊട്ടുന്നത്, കീറുന്നത് ഇതൊക്കെ എന്താണ്, ഭൗതിക മാറ്റങ്ങളാണ്. അവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഇനി ഭൗതിക മാറ്റങ്ങൾ നിത്യജീവിതത്തിൽ, അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യവുമായിട്ടുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാനും ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുന്നു. എന്നിട്ട് അവയൊക്കെ എന്ത് ചെയ്യും, പിന്നീട് റീസൈക്കിൾ ചെയ്യും അല്ലേ. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവയിൽ പലതും നമുക്ക് പുതിയ വസ്തുക്കളാക്കി പുനർനിർമ്മിക്കാൻ കഴിയും. ഇരുമ്പ്, പിച്ചള, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങളും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാവുന്നവയാണ്. നോക്കൂ, കണ്ടോ, എക്സാമ്പിൾ കണ്ടല്ലോ. പ്ലാസ്റ്റിക്കിൽ നിന്ന് എന്താണ്, നമുക്ക് അത് റീസൈക്കിൾ ചെയ്തിട്ട് പ്ലാസ്റ്റിക് വെസൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ചെമ്പും പിച്ചളയും ഒക്കെ ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞു വന്നത്. ഇനി പുനരുപയോഗം അല്ലെങ്കിൽ റീയൂസിനെ കുറിച്ച് നോക്കാം. ഉപയോഗശൂന്യമായിട്ടുള്ള പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതിനെയാണ് എന്ത് പറയുക, പുനരുപയോഗം അല്ലെങ്കിൽ റീയൂസ് എന്ന് പറയുക. പാഴ് വസ്തുക്കളെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും, പുനരുപയോഗം അല്ലേ. നോക്കിയേ, ഇവിടെ കണ്ടോ, ടയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെടി നടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. കണ്ടോ, ഫാനിൻ്റെ, നമ്മുടെ ഈ പെഡസ്റ്റൽ ഫാൻ കണ്ടല്ലോ, പെഡസ്റ്റൽ ഫാനിൻ്റെ ആ ഒരു കവറിങ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ചെടിക്ക് സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്, പുനരുപയോഗത്തിന് എക്സാമ്പിൾസ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയെ സംരക്ഷിക്കാം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് ഭൗതിക മാറ്റങ്ങൾക്കുള്ള എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതൊന്നും ജസ്റ്റ് ആവശ്യമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മാറ്റങ്ങൾ ഇങ്ങനെയും. ഈ ഭാഗത്ത് ഇനി പറയാനായിട്ട് പോകുന്നത് കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ്, രാസമാറ്റങ്ങളെ കുറിച്ചാണ്. നോക്കാം.
പേപ്പർ, വിറക് എന്നിവ കത്തുന്നു. അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഭൗതിക മാറ്റവുമായി താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പേപ്പർ കത്തിയിട്ടത് ചാരമായിട്ടാണ് മാറുന്നത്, പുതിയ മറ്റൊരു വസ്തുവായിട്ടാണ് മാറുന്നത്. വിറക് കത്തിക്കഴിയുമ്പോൾ അത് കരിയായിട്ടാണ് മാറുന്നത്, അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? അവിടെ കത്തിയ ശേഷം പുതിയൊരു പദാർത്ഥമാണ് അവിടെ ഉണ്ടാവുന്നത്, അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണോ അതോ താൽക്കാലികമായിട്ടുള്ള മാറ്റമാണോ? പേപ്പർ കത്തിച്ചുണ്ടായ ചാരത്തെ വീണ്ടും തിരിച്ച് നമുക്ക് ആ പേപ്പറായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊരിക്കലും എന്തല്ല? താൽക്കാലിക മാറ്റം അല്ല. അപ്പോൾ രാസമാറ്റങ്ങൾ എപ്പോഴും എന്താണ്? സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, ഇനി കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യത്തിലേക്ക് വരാം. നോക്കിയേ, രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടാവും? പുതിയ പദാർത്ഥമായി മാറും, അല്ലേ? രാസഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുക എന്ന് പറയുമ്പോൾ പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടാവുക എന്നാണ് അർത്ഥം. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ എങ്ങനെയുള്ള മാറ്റങ്ങളാണ്? സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ്. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ് എവിടെ സംഭവിക്കുക? രാസമാറ്റത്തിൽ സംഭവിക്കുന്നത്, അല്ലേ? രാസപ്രവർത്തനം നടന്നിട്ടാണ് അവിടെ പുതിയൊരു വസ്തു ഉണ്ടാവുന്നത്. അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്, അവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അത് ഒരു പാത്രത്തിലിട്ട് ചൂടാക്കുകയാണെന്ന് വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് കറുത്ത് കരിയായിട്ട് മാറും, അല്ലേ? അപ്പോൾ അവിടെ പുതിയൊരു പദാർത്ഥമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താ സംഭവിച്ചത്? രാസപ്രവർത്തനം അവിടെ നടന്നു, അല്ലേ? പഞ്ചസാരയിലേക്ക് എന്ത് ചെയ്തു? ആ താപം അബ്സോർബ് ചെയ്തിട്ട് അത് പുതിയൊരു പ്രോഡക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് മാറ്റം എന്ന് പറയാം? രാസമാറ്റം എന്ന് പറയാം. അതുപോലെ ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? രാസമാറ്റമാണ്. വിറക് കത്തി ചാരമാകുന്നുണ്ട്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? രാസമാറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ രാസമാറ്റം എന്ന് പറയുമ്പോൾ രാസഗുണങ്ങളിലാണ് മാറ്റം ഉണ്ടാവുന്നതെന്നും അതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണെന്നും അവിടെ പുതിയ പദാർത്ഥം ഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതും കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇനി ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് തന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഭൗതിക ഗുണങ്ങളിലാണ് മാറ്റം സംഭവിക്കുന്നത്. രാസമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഭൗതിക ഗുണങ്ങളോടൊപ്പം രാസഗുണത്തിലും മാറ്റം സംഭവിച്ചു, അവിടെ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഭൗതിക മാറ്റത്തിൽ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഭൗതിക മാറ്റം എന്ന് പറയുന്ന ഒരു താൽക്കാലിക മാറ്റമാണെങ്കിൽ രാസമാറ്റം ഒരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. ഓക്കെ അല്ലേ? ടേബിൾ കംപ്ലീറ്റ് ആയല്ലോ. ഇനി അടുത്തത് രാസമാറ്റം നിത്യജീവിതത്തിൽ. നോക്കിക്കോളൂ, മാങ്ങ പഴുക്കുന്നു. അവിടെ എന്താണ്? രാസമാറ്റമാണ് സംഭവിക്കുന്നത്, അല്ലേ? ഇനി പാലിനെ തൈരാക്കി മാറ്റുന്നു. അവിടെ എന്താണ്? രാസമാറ്റമാണ് സംഭവിക്കുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, അത് ദഹിക്കുന്നു. ചെമ്പ് പാത്രത്തിൽ ക്ലാവ് പിടിക്കുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, തൈര് പുളിക്കുന്നു, പൂത്തിരി കത്തുന്നു. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? നമുക്ക് തുരുമ്പിനെ കുറിച്ചൊന്ന് നോക്കാം. തുരുമ്പ് എന്നാൽ എന്താണ്? റസ്റ്റ് ആണ്. RUST കേട്ടോ, RUST. ഇതിൻ്റെ കെമിക്കൽ നെയിം എന്താ? ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നാണ് കേട്ടോ. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ്. നമുക്ക് കെമിക്കലായിട്ട് എങ്ങനെ എഴുതാം അതിനെ? Fe2O3 NH2O, Fe2O3 NH2O. ഈ N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ റസ്റ്റ് അല്ലെങ്കിൽ തുരുമ്പിനെ കുറിച്ച്. എന്താണ് തുരുമ്പ് എന്ന് പറയുന്നത്? വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് ഇരുമ്പ് പ്രവർത്തിക്കും, അല്ലേ? അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? തുരുമ്പ് ഉണ്ടാകുന്നത്. എണ്ണ പുരട്ടിയോ പെയിൻറ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. അതായത് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് എണ്ണ പുരട്ടി വെക്കാം, അല്ലെങ്കിൽ പെയിൻറ് ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ തുരുമ്പ് പിടിക്കുന്നത് കുറയും, അല്ലെങ്കിൽ റസ്റ്റ് കുറയും. Fe2O3 NH2O എന്നുള്ളതാണ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നുള്ളതാണ് അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ച് തുരുമ്പുണ്ടാക്കുന്നു. എണ്ണ പുരട്ടിയോ പെയിൻറ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ഇനി പദാർത്ഥങ്ങൾ കേടുവരുന്നത് എങ്ങനെയാ? ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ്, അല്ലേ? അപ്പോൾ നമ്മളെടുത്ത് എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അവിടെ എന്താണ്? ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ബാക്ടീരിയയുടെ പ്രവർത്തനം അവിടെ നടക്കില്ല. അപ്പോൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ പൂത്തിരി കത്തുന്നതിനെ കുറിച്ച് അവിടെ തന്നിട്ടുണ്ട്. പൂത്തിരി കത്തുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ശബ്ദം ഉണ്ടാവും, അല്ലേ? ശബ്ദം ഉണ്ടാവും, പ്രകാശം ഉണ്ടാവും, അതുപോലെ ചെറിയ രീതിയിലൊരു താപവും ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ പൂത്തിരി കത്തുന്നത് എന്ത് മാറ്റമാണ്? രാസമാറ്റമാണ്. അപ്പോൾ പൂത്തിരി കത്തുമ്പോൾ ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശബ്ദവും വെളിച്ചവും താപവും ഊർജ്ജ രൂപങ്ങളാണ്. ഓക്കെ. ഇനി ഇവിടെ ഒരു ബോക്സിൽ എന്താ തന്നിരിക്കുന്നത്? പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങളുണ്ട്, അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങൾ മാത്രമല്ല, എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിരിക്കുന്നു.
എല്ലാ പദാർത്ഥങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജ രൂപങ്ങളായിട്ട് മാറുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നത് എന്താണ്? പൂത്തിരിയുടെ കേസാണ്. പൂത്തിരിയിൽ എന്തുണ്ട്? ഒരുപാട് രാസപദാർത്ഥങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ രാസോർജം എന്താ അടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളിലും എന്തുണ്ട്? രാസോർജം അടങ്ങിയിരിക്കുന്നുണ്ട്. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല, എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാസോർജമാണ് എന്ത് ചെയ്യുന്നത്? അത് കത്തുമ്പോൾ ശബ്ദോർജവും പ്രകാശോർജവും താപോർജവും ഒക്കെ ആയിട്ട് മാറുന്നത്. ഇനി ഊർജ്ജമാറ്റം സസ്യങ്ങളിലും എന്തിനെ കുറിച്ചായിരിക്കും ഈ ഭാഗത്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ് അല്ലേ? ഫോട്ടോസിന്തസിസ്. അപ്പോൾ നോക്കിയേ, പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ്. അതിലെന്തുണ്ട്? രാസോർജം അടങ്ങിയിട്ടുണ്ട്. ഇനി ഫോട്ടോസിന്തസിനെ കുറിച്ച് എന്താ പറയുന്നത്? സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായിട്ടുള്ള രാസപ്രവർത്തനമാണ് ഇത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പ്രകാശ രാസപ്രവർത്തനം. അങ്ങനെ നോക്കുമ്പോൾ പ്രകാശ സംശ്ലേഷണം എന്താണ്? ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. പ്രകാശോർജം ഒന്നുകിൽ ആഗിരണം ചെയ്യുകയാവാം, അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന പ്രവർത്തനങ്ങളുണ്ട്. അവയാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രകാശ സംശ്ലേഷണം എന്തിന് എക്സാമ്പിൾ ആണ്? പ്രകാശ രാസപ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള രാസപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പ്രകാശോർജം എന്താക്കി മാറ്റും? രാസോർജമാക്കി കൺവേർട്ട് ചെയ്യും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? സസ്യങ്ങളിൽ സംഭരിക്കും. ഇതാണ് നമ്മൾ പിന്നീട് ഫുഡ് ചെയിനിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ള ജീവികളിലേക്ക്, നമ്മളടങ്ങുന്ന മറ്റുള്ള ജീവികളിലേക്ക് എത്തുന്നത്. ഇനി അടുത്തത് മിന്നാമിനുങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മിന്നാമിനുങ്ങിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കിയാലോ. രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജം പ്രകാശോർജമായി മാറുകയാണ്. ഇത് 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആയതുകൊണ്ട് കെമിക്കൽ നെയിം ഒന്നും ഇവിടെ തന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് എന്താ പറയുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ ലൂസിഫെറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ ലൂസിഫെറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. എന്താ അതിൻ്റെ പേര്? ലൂസിഫെറേസ് എന്നാണ്. എഴുതാം, ലൂസിഫെറേസ്. ഈ ലൂസിഫെറേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ലൂസിഫെറിൻ ഓക്സിജനുമായി ചേർന്നിട്ട് ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകും. അപ്പോൾ ഈ ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. ഈ പ്രതിഭാസത്തെ ബയോലുമിനിസെൻസ് എന്നാണ് പറയുന്നത്. ബയോലുമിനിസെൻസ്. ഓക്കെ, മിന്നാമിനുങ്ങുമായി ബന്ധപ്പെട്ട് ആ ഒരു പദം നമ്മൾ പഠിച്ചു വെച്ചേക്കുക. ബയോലുമിനിസെൻസ് ആണ്. എന്താണ്? മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫെറസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ലൂസിഫെറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു പ്രതിഭാസത്തെയാണ് ബയോലുമിനിസെൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഊർജ്ജമാറ്റം നിത്യജീവിതത്തിൽ. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? യാന്ത്രികോർജ്ജമുണ്ട്. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ യാന്ത്രികോർജ്ജമുണ്ട്. മിക്സിയിൽ യന്ത്രഭാഗം പ്രവർത്തിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ അതുകൂടാതെ മറ്റേതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടാവുന്നത്? മിക്സി ഓഫാക്കിയ ശേഷം അതിൽ തൊട്ട് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ എന്തുണ്ട്? താപോർജ്ജം ഉണ്ടാവുന്നുണ്ട്. യാന്ത്രികോർജ്ജം എന്താണ്? ശബ്ദോർജ്ജം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അവിടെ താപോർജ്ജമായിട്ട് മാറുന്നുണ്ട്. അപ്പം മിക്സി പ്രവർത്തിക്കുമ്പോൾ അവിടെ വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജവും പിന്നെന്താണ്? താപോർജ്ജവും പിന്നെ ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട്. മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടും താപോർജ്ജമായിട്ടും അതുപോലെ ശബ്ദോർജ്ജമായിട്ടും മാറുന്നുണ്ട്. ഊർജ മാറ്റവും ഊർജ നഷ്ടവും നോക്കാം. ഇവിടെ ഊർജ മാറ്റം സംഭവിക്കുമ്പോൾ കുറേയധികം ഊർജം നാം ഉപയോഗിക്കാതെ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ വൈദ്യുത ബൾബ് ഉപയോഗിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വൈദ്യുത ബൾബ് ഉപയോഗിക്കുന്നത്? പ്രകാശം ലഭിക്കാനാണ്. എന്നാൽ ആ ബൾബിൽ നിന്ന് താപം ചെറിയ തോതിലാണെങ്കിലും താപം ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന താപം നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കത് താപനഷ്ടമായിട്ട് നമുക്ക് പരിഗണിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ഫിലമെന്റ് ബൾബ്, CFL, LED ബൾബ് തന്നിട്ടുണ്ട് നോക്കാം. വൈദ്യുത ഉപയോഗം കൂടുതലാണ് ഫിലമെന്റ് ബൾബിൽ. താപോർജ്ജവും വളരെ കൂടുതലാണ്. ഇനി CFLിലേക്ക് വരികയാണെങ്കിൽ വൈദ്യുത ഉപയോഗം കുറവാണ്, താപോർജ്ജവും കുറവാണ്. ഇനി LED ആണെങ്കിലോ
ഈ CFLനെ അപേക്ഷിച്ച് LED-ക്ക് വൈദ്യുത ഉപയോഗം വളരെ കുറവും താപോർജ്ജം CFLനേക്കാൾ കുറവുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ വൈദ്യുത നഷ്ടം നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഏതുപയോഗിക്കുമ്പോൾ LED ബൾബുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വൈദ്യുത ഉപയോഗവും കുറയ്ക്കാം, അതേസമയം ഊർജ്ജ നഷ്ടവും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫിലമെന്റ് ബൾബിന്റെ ഉപയോഗം കുറച്ച് LED ബൾബിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലായി അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഇതുകൊണ്ടോ ജല മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാണ്, ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജ രൂപം ഏതാണ്, ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെട്ടു പോകുന്ന ഊർജ്ജം ഏതൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഓരോ ഇൻസ്ട്രുമെന്റേയും തന്നിട്ട് കുട്ടികളോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നമുക്ക് അങ്ങനെ വലിയ ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതായതുകൊണ്ടാണ്. ഇനി ഇത്രയും ഭാഗങ്ങളായപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? പടക്കം പൊട്ടുന്നു, കുപ്പി പൊട്ടുന്നു, പട്ടത്തിന്റെ ചരട് പൊട്ടുന്നു, വൈദ്യുത കമ്പി പൊട്ടുന്നു. ഒന്ന് പറയൂ കേട്ടോ, കമന്റ് ബോക്സിൽ പറയുക ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? പടക്കം പൊട്ടുന്നതാണോ, കുപ്പി പൊട്ടുന്നതാണോ, വൈദ്യുത കമ്പി പൊട്ടുന്നതാണോ, പട്ടത്തിന്റെ ചരട് പൊട്ടുന്നതാണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. രാസമാറ്റത്തിൽ ഭൗതിക മാറ്റം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന 6th സ്റ്റാൻഡേർഡിലെ 7th ലെസനാണ് മാറ്റങ്ങളുടെ ലോകം. അപ്പോൾ ഇനിയും നമുക്ക് തൊട്ടടുത്ത ദിവസം അടുത്തൊരു ലെസനായിട്ട് വീണ്ടും കാണാം. ഓൾഡ് SCRTയും ന്യൂ SCRTയും കമ്പൈൻ ചെയ്ത് ഫിസിക്സും ബയോളജിയും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് നമ്മൾ കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്